ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ബി ഹൗസിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്താണ് വൃത്തികേടെന്നല്ലേ? അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ രണ ഫാത്തിമയുടെ മേലെ ആര്യൻ കയറി കിടക്കുന്നു. തലണ വെച്ച് ഇപ്പുറത്തേക്ക് രണ്ടയുടെ മേലെ കൂടെ കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് അവൻ ഇപ്പുറത്തേക്ക് വന്നത്. ഇതൊന്നും ലാലേട്ടൻ കാണുന്നില്ലേ? ആര്യനെ എല്ലാ ആഴ്ചയിലും എന്ത് തെറ്റ് ചെയ്താലും പൊന്തിച്ച് വയ്ക്കുന്ന ലാലേട്ടൻ എന്തുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കുന്നില്ല? ആര്യൻ പല പ്രാവശ്യമായിട്ട് കുൽസിത പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര്യനെ ലാലേട്ടൻ പുറത്താക്കുന്നില്ല. എന്താണിതിന് കാരണം? ഇന്നിപ്പോൾ രണയുടെ മേലെ കയറി കിടന്നു. നാളെ ഇതേപോലെ തന്നെ മറ്റൊരാളുടെ മേലെയും കയറി കിടക്കില്ലേ? അനുവിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു എന്ന് മാത്രമേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. ആരും ചെയ്ത വൃത്തികേട് അവിടെ എടുത്തു പറഞ്ഞില്ല. അതുപോലെ തന്നെ ജിസയിലും ആര്യനും തമ്മിലുള്ള ഉമ്മ വയ്ക്കുന്ന കേസ്, ഇതൊക്കെ എന്താണ് നടക്കുന്നത് വീട്ടിൽ? ഇതൊക്കെ ജനങ്ങൾക്ക് ഇവരെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് എന്നാണോ, ചെയ്യണം എന്നാണോ ഇവർ കൊടുക്കുന്ന സന്ദേശം? ഇന്നലെ മസ്താനി പോയപ്പോൾ ഒരുപാട് ഡാൻസും പാട്ടുമായിട്ട് നമ്മുടെ ആര്യൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഒരുപാട് താങ്ക്സ് പറയുകയുണ്ട്. അതിൻ്റെ കൂടെ അക്ബറും അപ്പാനി നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കിടന്ന് കാറ് വിളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രണ ഫാത്തിമയുണ്ട്, ഈ പറയുന്ന ബിന്നിയുമുണ്ട്. അപ്പോൾ ഈ രണ ഫാത്തിമ ആര്യൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണോ ഇവർ ഈ കുൽസിത പരിപാടി ഈ നട്ടപ്പാതിരയ്ക്ക് കാണിക്കുന്നത്? ജനങ്ങളിത് കാണുന്നില്ലേ? ജനങ്ങൾക്കൊരു ഉളുപ്പെന്നാണല്ലോ ഇതൊക്കെ കാണാൻ. ഇങ്ങനെയാണെന്നുണ്ട് ബി ഷോ നിർത്തിപ്പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും അനുവിനെ കുറിച്ചിട്ട് മാത്രമേ അവിടെ പരാതികളുള്ളൂ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഈ ചെയ്യുന്നതൊന്നും പ്രവൃത്തികളല്ലേ? വോട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ മാത്രമേ ബി ഹൗസിൽ നിർത്തണം. അല്ലാത്തവരെ പുറത്താക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ആ ഷോ നല്ല രീതിക്ക് മുൻപോട്ട് പോവുകയുള്ളൂ, ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടാവുകയുള്ളൂ. കൂടി ജനങ്ങൾ കാണുന്നൊരു ഷോയാണിത്. അനു പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാർ കാണുന്ന വീഡിയോസ് തന്നെയല്ലേ? പ്രായമായ അച്ഛനമ്മമാരും കുഞ്ഞു കുട്ടികളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് കാണാതിരിക്കേണ്ട ഒരു ഷോ. എന്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു അവരുടെ മകൾ കാണുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്പയർ ഉണ്ടായതിനെ കൊണ്ട് മക്കൾ കണ്ടു വിചാരിച്ചിട്ട് അവർക്ക് പോകണമെന്നില്ല. പക്ഷേ ഈ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കൾ അതുപോലെ എന്തായാലും ചെയ്തിരിക്കും. മക്കൾക്ക് ഒരു വട്ടം കണ്ടാൽ മതി. ഓക്കേ.